വെൽക്കം ടു റീബ്സ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. 2 കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി വേണം ചൂടാക്കി എടുക്കുവാൻ. 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ചൂടാക്കി എടുക്കണം. മാവിന്റെ നിറം മാറണ്ട. മാവ് എല്ലായിടത്തും ഒരുപോലെ ചൂടാവാൻ വേണ്ടി നന്നായിട്ട് എല്ലാ വശവും ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ മാവ് മൂത്ത് നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാക്കിയ മാവ് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 1 കപ്പ് ചോറാണ്. ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏതുതരം ചോറായാലും മതി. മിക്സിയുടെ പൾസ് ഓപ്ഷനിലിട്ടോ അല്ലെങ്കിൽ 10 സെക്കൻഡ് വീതം 2 പ്രാവശ്യം അടിച്ചെടുക്കുക. ഇതിങ്ങനെ അടിച്ചെടുത്ത ചോറാണ്. ഇനി ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിന്റെ കൂടെ ഇട്ട് കൊടുക്കുക. ചോറും ഗോതമ്പ് മാവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പുട്ടിന് വെള്ളം ചേർത്ത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചോറ് അരച്ചെടുത്തതിൽ നിന്ന് തന്നെ നനയാൻ വേണ്ട വെള്ളം ആവശ്യത്തിന് കിട്ടും. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് മാവ് നിറയ്ക്കാം. ഇത് 1/2 കപ്പ് തിരുമിയ തേങ്ങയാണ്. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് റെഡിയാക്കി വെക്കുക. ഇനി ഇതിലോട്ട് 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറ്റിയുടെ പകുതി വരെ മാവ് ഇട്ട് കൊടുക്കുക. വളരെ ലൂസായിട്ട് വേണം കുറ്റിക്കുള്ളിൽ മാവ് നിറയ്ക്കാൻ. അമർത്തിയൊന്നും ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ ആവി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പുട്ട് ശരിക്ക് വെന്ത് കിട്ടില്ല. കുറ്റിയുടെ പകുതിയോളം മാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മാവിട്ട് നിറച്ചതിന് ശേഷം മുകൾ ഭാഗമാകുമ്പോൾ തേങ്ങ തിരുമിയതിട്ട് കൊടുക്കുക. പുട്ടുകുറ്റി മൂടി വെച്ച് അടച്ചു വെക്കുക. പ്രഷർ കുക്കറിൽ വെച്ചാണ് നമ്മൾ ഈ പുട്ട് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പ്രഷർ കുക്കർ വെയിറ്റ് ഇടാതെ ചൂടാക്കി ഇടുക. പ്രഷർ കുക്കറിന്റെ വെയിറ്റ് ഇടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുന്നത്. 6-7 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. ഇനി ചിരട്ടപ്പുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി ചില്ലിട്ടതിന് ശേഷം തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മാവിട്ട് നിറച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് അടച്ച് പ്രഷർ കുക്കറിന്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം. ചിരട്ടപ്പുട്ടും കുറ്റിപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. അതിനുവേണ്ടി ആദ്യം കുറ്റിയിലെ പുട്ട് എടുത്തതിന് ശേഷം ഒരു കോല് വെച്ച് തള്ളി പുറത്തോട്ടെടുക്കാം. ഈ അളവ് ഉപയോഗിച്ച് എനിക്ക് 2 കുറ്റിപ്പുട്ടും 1 ചിരട്ടപ്പുട്ടുമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ചിരട്ടപ്പുട്ട് എടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സൈഡിലോട്ട് വെച്ചതിന് ശേഷം പതുക്കെ കമത്തി കൊടുക്കുക. ഇനി നമുക്കത് എടുത്തു മാറ്റാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചെറുപയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടലക്കറി, പപ്പടം എല്ലാം നല്ല കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ മധുരം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ പഴം, പഞ്ചസാര, ശർക്കര ചീകിയത് തുടങ്ങിയവ ഉപയോഗിക്കാം. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി റീബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.